സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണോ ഇറാന്റെ പുതിയ നീക്കം? അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിലൂടെ കൃത്യമായി ഉന്നമിട്ടത് എന്താണ്? റൂബിയോയും JD വാൻസും തമ്മിലുള്ള ഭിന്നത ആളിക്കത്തിച്ചതാണോ? അതോ അമേരിക്ക വിചാരിച്ചാലൊന്നും ഗൾഫിന്റെ സുരക്ഷ ഇനി ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കാനാണോ ഇറാന്റെ ഈ നീക്കം? അതുമല്ലെങ്കിൽ കരാറിന്റെ കാര്യത്തിൽ ട്രംപുമായി നിലനിൽക്കുന്ന ഭിന്നതകളിലെ പ്രകോപനമാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ഇറാന്റെ പുതിയ ആക്രമണ നീക്കവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സമയത്ത് ഒന്നും കാണാതെ ഇറാൻ ഒരു കപ്പലിനെ ആക്രമിക്കില്ല എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. മാത്രമല്ല, ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇറാൻ നേടി എന്ന വിലയിരുത്തലുമുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇറാൻ ഏറ്റെടുത്തിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അമേരിക്കയെ പ്രകോപിപ്പിച്ച് ഇറാൻ തന്ത്രപരമായി ലക്ഷ്യമിട്ടത് ഗൾഫ് രാജ്യങ്ങളെ കൂടി തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. അതിലൂടെ ഹോർമൂസിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനാണ് ഇറാന്റെ തീർത്തും അപ്രതീക്ഷിതമായ കപ്പലിനെതിരായ ആക്രമണം എന്നാണ് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഹോർമൂസിൽ ഒമാനെ മുൻനിർത്തി അമേരിക്ക നടത്തിയ നീക്കത്തിന് തടയിടുകയും ഇറാന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഒമാനെ ഒഴിവാക്കി ഇറാൻ ആക്രമിച്ചത് ബഹ്റൈനെ ആണ് എന്നതും നമ്മൾ നോക്കിക്കാണണം. അതിനും വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഇങ്ങനെയുള്ള പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ഒപ്പം ഇറാൻ നടത്തിയ ചടുലമായ നീക്കത്തിലൂടെ അവർ നേടിയെടുത്ത ലക്ഷ്യങ്ങളെയും വിശദമാക്കാം. ഈ വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇറാൻ ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത കപ്പലിനെതിരായ ആക്രമണം നടന്നതിന്റെ പശ്ചാത്തലം, അതായത് ആ ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം നമുക്ക് പരിശോധിക്കാം. ഈ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇപ്പോഴത്തെ ഇറാന്റെ നീക്കങ്ങളുടെ ഉന്നം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. നമുക്കറിയാം, സ്വിറ്റ്സർലൻഡ് ചർച്ചകൾക്ക് ശേഷം അമേരിക്കൻ നേതാക്കൾ, പ്രത്യേകിച്ചും ട്രംപും വാൻസും ഒക്കെ നടത്തിയ വ്യാജ അവകാശവാദങ്ങളിൽ ഇറാൻ നേതാക്കൾ വലിയ പ്രകോപനത്തിലായിരുന്നു, വലിയ ദേഷ്യത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജൂൺ 23-ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഗൾഫ് സന്ദർശനം തുടങ്ങുന്നത്. ഇറാൻ കരാറുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സുരക്ഷാ ആശങ്ക അത് പരിഹരിക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. അതായത് ഇറാന്റെ ശക്തി കൂടിപ്പോയോ എന്നുള്ള ഒരു ആശങ്ക ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അത് പരിഹരിക്കുക, ഇറാനെ ഞങ്ങൾ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു മാർക്കോ റൂബിയോയുടെ ലക്ഷ്യം. ഇതേ ദിവസം രാത്രി, അതായത് റൂബിയോ സന്ദർശനം തുടങ്ങി അവിടെ എത്തിയതിൻ്റെ അതേ ദിവസം രാത്രി മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ആണവ പരിശോധനകളുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇറാൻ നേതാക്കളെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നു. ഇതിലൂടെ തന്നെ ഇറാൻ ഉടക്കിലാണ്. ഈ വാൻസിൻ്റെയും ട്രംപിൻ്റെയും പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇറാൻ ഉടക്കിലാണ് എന്ന സൂചന അമേരിക്കയ്ക്ക് കിട്ടുകയാണ്. അടുത്ത ദിവസം ജൂൺ 24-നാണ് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന വരുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ സുരക്ഷയ്ക്കായി അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുമെന്നായിരുന്നു ആ സംയുക്ത പ്രസ്താവന. തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 25 വ്യാഴാഴ്ച, ഹോർമൂസിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസി ഒമാൻ തീരം വഴി പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഒഴിപ്പിക്കാനുള്ള ബദൽ കപ്പൽ പാത ഔദ്യോഗികമായി തുറന്നു. ഇതിലൂടെ ഹോർമൂസിന്റെ കാര്യത്തിൽ ഇറാന്റെ വരുതിക്ക് തങ്ങൾ നിൽക്കില്ല എന്നുള്ള സന്ദേശം നൽകാനാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്തുണയോടെ ശ്രമിച്ചത്. ഈ നീക്കങ്ങൾ ഹോർമൂസിന്റെ കാര്യത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഇറാൻ കരുനീക്കം തുടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. തുടർന്നാണ് ഇറാൻ വിപ്ലവ സേന ഒമാന്റെ പുതിയ സമാന്തര പാതയിലൂടെ പോയ MV എവർ ലവ്ലി എന്ന വാണിജ്യ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളപായമില്ലാതെ കപ്പലിന് കേടുവരുത്തുക എന്നത് മാത്രമായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആക്രമണത്തിലൂടെ തങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെല്ലാം ഇറാൻ നേടി എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇറാന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? അത് മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ തകർക്കുകയായിരുന്നു. ഹോർമൂസിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകുമെന്നും ഫ്രീ ആയിട്ട് ഹോർമൂസിലൂടെ കടന്നു പോകാമെന്നുമുള്ള റൂബിയോയുടെ പ്രസ്താവനയാണ് ഇറാൻ ഈ കപ്പലിനെ ആക്രമിച്ചതിലൂടെ തകർത്തത്. അതിലൂടെ ഗൾഫ് രാജ്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ വിരട്ടിയത്. കപ്പൽ ആക്രമണത്തിലൂടെയും തൊട്ടുപിന്നാലെ ബഹ്റൈനെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണത്തിലൂടെയും റൂബിയോയുടെ സുരക്ഷാ വാഗ്ദാനങ്ങൾ വെറുതെയാണെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും തെളിയിക്കാൻ ഇറാന് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇനി രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് പോയാൽ അതും ഇറാൻ സാധിച്ചു. അത് ഒമാൻ തുറന്ന സമാന്തര പാത അടപ്പിക്കലായിരുന്നു.
കപ്പൽ ആക്രമണത്തിന് പിന്നാലെ ആ ബദൽ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തങ്ങളുടെ അനുമതിയില്ലാതെ ആർക്കും ഹോർമൂസ് മേഖലയിൽ പുതിയൊരു പാത തുറക്കാനാകില്ല എന്നുള്ള സന്ദേശം, കൃത്യമായ സന്ദേശം ഇറാൻ ഇതിലൂടെ ഗൾഫ് രാജ്യങ്ങൾക്ക് കൃത്യമായി നൽകിയെന്ന് പറയാം. പക്ഷെ അപ്പോഴും ഒമാനെ പ്രത്യാക്രമണ ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നിർത്തി തന്ത്രപരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു ഇറാൻ എന്നതും നമ്മൾ നോക്കിക്കാണണം. അതായത് അമേരിക്കയുടെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒമാൻ ഒരുപക്ഷെ സമാന്തര പാത തുറന്നത് എന്ന് തന്നെയാണ് ഇറാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഒമാൻ ഒരുപക്ഷെ തങ്ങളുടെ സമ്മർദ്ദം, തങ്ങൾക്ക് മേൽ കിട്ടിയിട്ടുള്ള സമ്മർദ്ദം ഇറാനെ അറിയിച്ചു കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒമാനുമായി ഹോർമൂസിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള ധാരണകൾ നിലനിർത്തി തന്നെയാണ് ഇറാൻ അമേരിക്കയ്ക്കെതിരായ പ്രത്യാക്രമണ ലക്ഷ്യം ബഹ്റൈനിലെ അമേരിക്കൻ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. മാത്രമല്ല, മാർക്കോ റൂബിയോ സംയുക്ത പ്രസ്താവന ഇറക്കിയത് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ വെച്ച് GCC വിദേശകാര്യമന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിന് ശേഷമായിരുന്നു. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ യാതൊരുവിധ ടോളോ നികുതിയോ ഈടാക്കാൻ അനുവദിക്കില്ല എന്നും അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ പരമാധികാരം ഇറാന് വിട്ടുകൊടുക്കില്ല എന്നുമായിരുന്നു ഈ പ്രസ്താവനയിൽ പറയുന്നത്. GCCയിൽ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ബഹ്റൈൻ്റെ മണ്ണിൽ വെച്ച് തങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കടുത്ത പ്രസ്താവന ഇറക്കിയതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ. ബഹ്റൈനിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ചില തദ്ദേശീയർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. അതല്ല, അമേരിക്കൻ 5ാം കപ്പൽപ്പട കേന്ദ്രത്തിന് കനത്ത നാശമുണ്ടായി എന്നാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയകൾ പറയുന്നത്. ഇനി ഇറാന്റെ 3ാമത്തെ ലക്ഷ്യത്തിലേക്ക് പോയാൽ അത് ട്രംപ് ഭരണകൂടത്തിലെ ആഭ്യന്തര ഭിന്നത മുതലാക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ലക്ഷ്യം വെച്ച് JD വാൻസും മാർക്കോ റൂബിയോയും തമ്മിൽ വലിയ ഭിന്നത റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറുമായി ബന്ധപ്പെട്ടും ഈ ഭിന്നത പ്രകടമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. ഇറാനെതിരെ ഇനിയും യുദ്ധം വേണം എന്നുള്ള നിലപാടാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും ഉള്ളത്. എന്നാൽ സമാധാന കരാറിനാണ് വാൻസ് പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ഒരു നിലപാട് വാൻസ് എടുക്കാൻ കാരണം അമേരിക്കയിൽ യുദ്ധത്തിനെതിരെ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഇറാൻ യുദ്ധത്തിനെതിരെ നിലനിൽക്കുന്ന മടുപ്പ് മനസ്സിലാക്കിയാണ്. വാൻസിൻ്റെ നിലപാടിനെ സാധൂകരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മെക് ലോഗ്ലിൻ ആൻഡ് അസോസിയേറ്റ്സ് സർവേ പ്രകാരം പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ മത്സരത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ജനപ്രീതിയിൽ മുന്നിലുള്ളത് വാൻസാണ്. 35% വോട്ടുകളോടെ വാൻസ് വളരെ മുന്നിലാണ് എന്നാണ് സർവേ പറയുന്നത്. എന്നാൽ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് 15% പിന്തുണ മാത്രമാണ് ഇപ്പോഴുള്ളത്. വാൻസിൻ്റെ ഈ പിന്തുണ അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ റൂബിയോ പീറ്റ് ഹെക്സത്ത് ക്യാമ്പ് നടത്തുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. കടുത്ത സൈനിക നടപടികളിലേക്ക് ഇറാന്റെ കാര്യത്തിൽ പോയാൽ അത് തൻ്റെ ജനപ്രീതിയെ ബാധിക്കുമെന്ന് വാൻസ് ഭയപ്പെടുന്നുണ്ട്. വാൻസിൻ്റെ ഈ രാഷ്ട്രീയ ജാഗ്രത ഇറാൻ കൃത്യമായി മനസ്സിലാക്കുന്നുമുണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആണവ നിലയങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാൻസിൻ്റെ ഫോൺ കോൾ എടുക്കാൻ ഇറാൻ നേതാക്കൾ തയ്യാറാകാത്തത്. എന്നാൽ ഇറാൻ കപ്പൽ ആക്രമിച്ചതിന് പിന്നാലെ വാൻസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതാണ്, ഞങ്ങളത് മാനിക്കുകയും ചെയ്തു. ധാരണാപത്രം നടപ്പാക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അവർക്ക് ഫോൺ എടുത്ത് സംസാരിക്കാമായിരുന്നു എന്നാണ് വാൻസ് പ്രതികരിച്ചത്. എന്നാൽ ഓർക്കുക, ആക്രമണത്തിന് അക്രമം കൊണ്ടായിരിക്കും മറുപടി നൽകുക എന്നാണ് വാൻസ് എക്സിൽ കുറിച്ചത്. അതായത് ഇറാന്റെ കപ്പൽ ആക്രമണ പ്രകോപനം വാൻസിനെ തന്നെ കൺഫ്യൂഷനിലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ നീക്കം വാൻസും റൂബിയോയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കും എന്ന് തന്നെയാണ് ഇറാൻ തന്ത്രജ്ഞരുടെ വിലയിരുത്തൽ. അത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യവും. അമേരിക്കൻ ഭരണകൂടം, അതായത് അമേരിക്കൻ ഭരണകൂടത്തിലെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ വാൻസും റൂബിയോയും ഇപ്പോഴേ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇറാന് തങ്ങളുടെ തന്ത്രങ്ങൾ നടപ്പാക്കാൻ വലിയൊരു സഹായമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര തർക്കം കാരണം ഇറാന് മേൽ ശക്തമായ ഒരു ഒറ്റ വിദേശ നയം നടപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നും വിലയിരുത്തലുണ്ട്. എന്ന് വെച്ചാൽ വാൻസ് പറയുന്നത് ഇപ്പോൾ ആക്രമണം വേണ്ട, അമേരിക്ക ഫസ്റ്റ് നയം വേണം. എന്നാൽ റൂബിയോയും പീറ്റ് ഹെക്സത്തും പറയുന്നത് ഇറാനെ ആക്രമിച്ച് തകർക്കണം, അതായത് ഇസ്രയേലിൻ്റെ നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ ഈ ഇറാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ കപ്പൽ ആക്രമണ പ്രകോപനത്തിലൂടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ഒരു വെടിക്ക് 3 പക്ഷി എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ കപ്പലിനെതിരായ ആസൂത്രിതമായ ആക്രമണം നടത്തിയത് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. എന്നാൽ കരാർ നിലനിൽക്കണം എന്നതുകൂടി ഇറാന്റെ ലക്ഷ്യമായതുകൊണ്ട് തന്നെയാണ് ഇറാൻ അത് പരസ്യമായി സമ്മതിക്കാത്തത്. തങ്ങൾ കപ്പലിനെ ആക്രമിച്ചു എന്ന് പറയുന്നതിന് പകരം
തങ്ങൾ അനുമതി നൽകാത്ത ബദൽ പാതകളിലൂടെ പോകുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്ക് തങ്ങൾ ഉത്തരവാദികളല്ല എന്നൊരു പരോക്ഷ നിലപാടാണ് ഇറാന്റെ മാരിടൈം ഏജൻസി കപ്പൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. എന്തായാലും കപ്പലിന് നേരെ വന്നത് ഇറാന്റെ വിപ്ലവ സേനയുടെ വൺ ടൈം ഡ്രോണുകൾ തന്നെയാണ് എന്നാണ് സ്വതന്ത്ര ഏജൻസികളെല്ലാം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഹോർമൂസിനെ പോലെ തന്നെ ഇറാന് വിട്ടു നൽകുന്ന ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലും ആണവ കേന്ദ്രങ്ങളുടെ പരിശോധനയുടെ കാര്യത്തിലും എല്ലാം അമേരിക്കയും ഇറാനുമായി ഈ കരാറുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. ഈ വിഷയങ്ങളിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വാൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴൊരു ആസൂത്രിതമായ സൈനിക നീക്കത്തിന് മുതിർന്നത് എന്നാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാധാന നീക്കങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ സംസാരിച്ചു. ഖത്തറും ഇരു രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. നിലവിലുള്ള ടെക്നിക്കൽ ചർച്ചകൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഖത്തർ നടത്തുന്നത്. ഹോർമൂസ് വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലുള്ള ഒമാനും ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ സമാധാന നീക്കത്തിന് ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം. തങ്ങളുടെ അജണ്ടകളിൽ നിന്ന് അണുകിട മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. അമേരിക്ക എന്തൊക്കെ നീക്കം നടത്തിയാലും അതിനെല്ലാം ബദൽ തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇറാൻ തെളിയിക്കുന്നത്. ഈ പുതിയ സംഭവവും തെളിയിക്കുന്നത് അത് തന്നെയാണ്. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.